വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. അടുപ്പിച്ചിട്ടാണ് എക്സാം വരുന്നത്. എന്നാൽ അത്യാവശ്യം സമയം കിട്ടിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഷെഡ്യൂളല്ല പിന്നീട് വന്നത്, റീഷെഡ്യൂൾഡ് ഡേറ്റ് ആണ് നാളെ മുതൽ. അതുകൊണ്ട് അത്യാവശ്യം സമയം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് 6ാം സെമസ്റ്റർ പരീക്ഷയും കൂടി തോൽക്കാതിരിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രദ്ധിക്കുക. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് എന്തായാലും എക്സാം ഹാളിൽ എത്തിയിരിക്കണം. ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് സമയം മുമ്പ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അഡാപ്റ്റീവ് നേച്ചർ കൂടുതലായിരിക്കും. ഹറിബറി ഇല്ലാതെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി പരീക്ഷയെ സമീപിക്കാം എന്നാണ് സ്റ്റഡീസ് പറയാറുള്ളത്. സോ യു ഹാവ് ടു കം ഓൺ ടൈം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ടെക്നിക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എത്ര വലിയ മുതിർന്ന കുട്ടികളാണെന്ന് പറയുകയാണെങ്കിലും പരീക്ഷ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഭയവും വെപ്രാളവും ആൻറ്റിസിപ്പേഷനും പരീക്ഷ എങ്ങനെയായിരിക്കും എന്നുള്ള തോന്നലൊക്കെ കൂടുതലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സൈൽ ഇൻഹെയിൽ ചെയ്ത് നോക്കുന്നത് പരീക്ഷയെ കുറച്ചും കൂടി സ്മൂത്ത് ഫങ്ഷനിലേക്ക് കൊണ്ടുപോകും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ, ഡേറ്റ്, ദെൻ കൊല്ലം, അതൊന്ന് ജസ്റ്റ് നോക്കുക. ഒരാവർത്തി എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് അതിലേറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും എഴുതുക. അങ്ങനെ ഓരോ റൗണ്ടായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസം കിട്ടും. തുടക്കത്തിൽ തന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതാനും പറ്റില്ല, സമയം തികയില്ല. അങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് ബുക്ക്ലെറ്റാണ്. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ എഴുതണമെന്ന കാര്യം നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി അറിയാം, വീണ്ടും പറയേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാനിങ്ങോട് കൂടി എഴുതണം. എസ്സേക്ക് എഴുതുമ്പോൾ എത്ര പേജ് ഉപയോഗിക്കണം, ദെൻ പാരഗ്രാഫ് ഫോം എങ്ങനെ, 2 മാർക്കിനാണെങ്കിൽ എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതുക. അല്ലാതെ 2 മാർക്കിന് ഒരു പാരഗ്രാഫ് പോലെ എഴുതി പാരഗ്രാഫിന് എഴുതാൻ സ്ഥലമില്ല എന്ന് പറയുന്ന അവസ്ഥ വിശേഷം വരാതെ ഇരിക്കാൻ നോക്കണം. എഴുതിയ ആൻസേഴ്സ് ഒരാവർത്തി വായിച്ച് നോക്കുക. അണ്ടർലൈൻ ചെയ്യേണ്ട പോയിൻറ്റ്സിൽ അണ്ടർലൈൻ ചെയ്യുക. ഇല്ലുസ്ട്രേഷൻ അഥവാ എക്സാമ്പിൾസ് ആഡ് ഓൺ ചെയ്യേണ്ട സ്ഥലത്ത് ആഡ് ഓൺ ചെയ്യുക. കോട്ട് എഴുതേണ്ട അടുത്ത് കോട്ട് എഴുതുക. പങ്ക്ച്വേഷൻ മാർക്സ് ഇടുക. അങ്ങനെയുള്ള ചില നുറുക്കുവിദ്യകൾ, ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയേണ്ടതില്ലല്ലോ, താൻ പാതി ദൈവം പാതി എന്നാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അദൃശ്യശക്തി എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. 6ാം സെമസ്റ്റർ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.